ഇറാന്റെ തലപ്പത്ത് മൊസാദ് കുടിയിരിക്കുന്നുണ്ടെന്നത് പലപ്പോഴും വാർത്തകളിലും വിമർശനങ്ങളിലും വരുന്ന കാര്യമാണ്. ഇറാൻ ആവട്ടെ ഇക്കാര്യത്തിൽ ഓട്ടയടയ്ക്കുന്ന നയമാണ് പുലർത്തുന്നത് എന്ന് ആരോപണവുമുണ്ട്. അതേക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഇന്നാദ്യം. രണ്ടാമതായി സൊമാലിയയിൽ ഒട്ടകപ്പാൽ വിപ്ലവത്തെക്കുറിച്ചും പിന്നെ ഖത്തറിനെതിരെ കുരയ്ക്കുന്ന നെതന്യാഹുവിനെ കുറിച്ചും. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിന് താൽക്കാലിക വിരാമം വന്നുവെങ്കിലും എങ്ങനെ ഇസ്രായേലിൻ്റെ മിസൈലുകൾക്ക് ഇത്ര കൃത്യതയോടെ ഇറാൻ്റെ കേന്ദ്രങ്ങളിൽ എത്തിപ്പെടാനായി എന്ന ചോദ്യം അവസാനിക്കുന്നില്ല. അന്ന് തന്നെ ഇതേക്കുറിച്ചുള്ള ചർച്ചകളും വിശകലനങ്ങളും വന്നിരുന്നുവെങ്കിലും ആ വരവ് ഇനിയും നിലച്ചിട്ടുമില്ല. മൊസാദ് എന്ന ചാരസംഘത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് മിക്കവാറും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള കുടിയേറ്റക്കാരിലൂടെയാണ് മൊസാദ് ഈ പണിയൊപ്പിച്ചത് എന്നൊരു വിശകലനവും ഓടി നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ആർക്കു വേണ്ടിയാണെന്നറിയാതെ വരുമാനത്തിനു വേണ്ടി ഏൽപ്പിച്ച പണിയെടുക്കുന്നതായിരിക്കാം ഇവരിൽ അധിക പേരും എന്ന് വിശ്വസിക്കുന്നവരും ഉണ്ട്. താലിബാൻ ഭരണത്തിൽ വന്ന ശേഷം അഫ്ഗാനിൽ നിന്നും ഒരുപാട് പേർ നിയമവിരുദ്ധ കുടിയേറ്റക്കാരായി എത്തിയിട്ടുണ്ടെന്നും അവർ ഒരുപക്ഷെ ഇസ്രായേലിന് വേണ്ടി പണിയെടുക്കുന്നുണ്ടാവാമെന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട്. അന്നത്തെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ആയിരുന്നു അതിർത്തി അവർക്ക് വേണ്ടി തുറന്നു വെച്ചത്. അന്നതൊരു ധീരതയായി പ്രശംസിക്കപ്പെട്ടിരുന്നുവെങ്കിലും ഇന്നതൊരു കുഴപ്പം പിടിച്ച ഏർപ്പാടായിപ്പോയി എന്നാണ് വിമർശനം. എന്തായാലും ഇറാൻ്റെ അകത്ത് അനവധി ഇസ്രായേലി ഏജന്റുമാർ പണിയെടുക്കുന്നുണ്ടെന്ന കാര്യത്തിൽ ഇറാൻ അധികാരികൾക്ക് പോലും സംശയമില്ല. വളരെ കാലമായി അവർ അപ്പണി തുടരുന്നുണ്ടാവാം എന്നും സംശയമുണ്ട്. ഇറാൻ്റെ ബാങ്കുകളിൽ നിന്നും വൻതോതിലുള്ള ഡാറ്റ ചോർച്ച സംഭവിച്ചിട്ടുണ്ടെന്നും ഇതുവരെ ഒട്ടനവധി ആളുകളുടെ വിവരങ്ങൾ പുറത്തു പോയിട്ടുണ്ടാവാമെന്നും വിലയിരുത്തപ്പെടുന്നു. ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് വിശ്വസിച്ചിരുന്ന ആയത്തുള്ള ഖാംനയുടെ ഉപദേശകൻ അലി ഷംഖാനിയുടെ പേരുവരെ ആളുകൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പ്രതിപക്ഷം വെറും രാഷ്ട്രീയമായ വിരോധം തീർക്കാൻ ഉന്നയിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളെന്നും വാർത്തകളുണ്ട്. എലി കോനെ ചരിത്രത്തിൽ ആരും മറക്കാനിടയില്ല. സിറിയയിൽ മൊസാദിനു വേണ്ടി പണിയെടുത്ത് അവസാനം തൂക്കിലേറ്റപ്പെട്ട ചാരൻ. സിറിയയിൽ പ്രത്യേകിച്ചും ഗൊലാൻ കുന്നുകളിൽ ഇസ്രായേലിനെ പിടിമുറക്കാൻ പലപ്പോഴും അവസരം കിട്ടിയത് ഇയാളുടെ കയ്യിൽ നിന്നും കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു. സിറിയൻ ഭരണകൂടത്തിൻ്റെ വിശ്വാസം പിടിച്ചുപറ്റി സൈന്യത്തിൻ്റെയും സർക്കാരിൻ്റെയും വരെ ഭാഗമാവാൻ എലീക്കോന് കഴിഞ്ഞു. സിറിയൻ പ്രതിരോധ മന്ത്രിയുടെ ഉപദേശക സ്ഥാനം വരെ അയാളുടെ കൈപ്പിടിയിലെത്തി. ഇത്തരം എലീക്കോന്മാർ ഇറാനിലും ഉണ്ടാകാം എന്നിടത്താണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നതെന്ന് ഇറാൻ സർക്കാരിൻ്റെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നവർ തന്നെ പറയുന്നുണ്ട്. 2021 അഹമ്മദിനജാദ് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. ഇസ്രായേലിനെയും മൊസാദിനെയും കൈകാര്യം ചെയ്യാൻ ഇറാൻ രൂപീകരിച്ച രഹസ്യാന്വേഷണ ഏജൻസിയുടെ നേതാവ് തന്നെ മൊസാദിൻ്റെ ആളായിരുന്നു എന്നതായിരുന്നു അത്. നേതാവ് മാത്രമല്ല മറ്റു പലരും ഇത്തരത്തിൽ മൊസാദിനു വേണ്ടി പണിയെടുക്കുന്നുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോപണം. 2018 ഇറാൻ്റെ ആണവരേഖകൾ ഇസ്രായേലിന് ചോർത്തി നൽകിയത് ഈ സംഘത്തിൽപ്പെട്ടവരായിരുന്നു എന്നും ആരോപണമുണ്ട്. ഈ രേഖകൾ നെതന്യാഹു പുറത്തുവിട്ടപ്പോൾ അത് ഇസ്രായേലിന് നാടകം എന്നായിരുന്നു അബ്ബാസ് അരാക്ചി അടക്കമുള്ള ഇറാൻ വക്താക്കളുടെ അഭിപ്രായം. പക്ഷേ പിന്നീട് ഹസൻ റുഹാനിയും മുഹ്സിൻ റാസയും അടക്കമുള്ള ഇറാൻ്റെ ഉന്നത നേതാക്കൾ അത് സ്ഥിരീകരിക്കുകയുണ്ടായി. 55,000 പേജുകളാണ് അന്ന് മോഷ്ടിക്കപ്പെട്ടത്. 183 CD-കളിലുള്ള ഡിജിറ്റൽ വിവരങ്ങളും മോഷ്ടിക്കപ്പെട്ടു. ഇറാൻ്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട പലരും 2007 മുതൽ കൊലപ്പെടുത്തപ്പെട്ടിരുന്നു. 2007 അർദീഷർ ഹുസൈൻപൂർ, 2009 മസൂദ് അലി മുഹമ്മദ് അലി, 2010 മാജിദ് ഷഹരാരി എന്നിവരെല്ലാം ഇത്തരത്തിൽ കൊല്ലപ്പെട്ടവരാണ്. ഈ കൊലപാതകങ്ങളിൽ പങ്കെടുത്ത് ആളുകളിൽ പലരെയും അറസ്റ്റ് ചെയ്യുകയും ചിലരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ തടവിൽ നിന്നും പുറത്തു വന്നവർ തങ്ങളെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കാൻ വൻ പീഡനമാണ് റവല്യൂഷണറി ഗാർഡിൻ്റെ ആളുകൾ നടത്തിയത് എന്ന് വിളിച്ചു പറയുകയുണ്ടായി. ഇപ്പോഴത്തെ യുദ്ധത്തിലും ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇറാൻ്റെ മീഡിയ കൗൺസിൽ അംഗമായ ഫയാസ് സഹദ് ഇത്തരം ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇസ്രായേൽ ഒരു യുദ്ധത്തിന് ഒരുങ്ങുന്നുണ്ടെന്ന് ഇക്കഴിഞ്ഞ ജൂൺ 13 പറഞ്ഞ കമാൻഡർ ഹുസൈനി സലാമി 90 മിനിറ്റുകൾക്ക് ശേഷം കൊല്ലപ്പെട്ടു. ഇതേ നൽകിയ മുന്നറിയിപ്പുകൾ ആരും മുഖവിലക്കെടുക്കുകയോ തടയാൻ ശ്രമിക്കുകയോ ഉണ്ടായില്ല എന്ന് വേണം കരുതാനത്രേ. റവല്യൂഷണറി ഗാർഡിൻ്റെ ഇൻ്റലിജൻസ് ചീഫ് മുഹമ്മദ് കസീമി 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കെട്ടിടം തകർന്ന് മരിക്കുന്നു. ആ കെട്ടിടത്തിലേക്ക് അദ്ദേഹത്തെ ആരാണ് നയിച്ചതെന്ന ചോദ്യമാണ് സഹദ് ഉന്നയിക്കുന്ന മറ്റൊരു സംശയം. റവല്യൂഷണറി ഗാർഡിന് ജനറൽമാർ ഒരു യോഗത്തിനെത്തിയ സംഭവമാണ് അദ്ദേഹം ഉന്നയിക്കുന്ന മറ്റൊന്ന്. 10 പേരായിരുന്നു യോഗത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്നത്. 10ാമത്തെ വ്യക്തി നേരം വൈകിയാണ് എത്തിയത്. അദ്ദേഹം കൂടെ എത്തിച്ചേർന്ന ശേഷമായിരുന്നു ഓപ്പറേഷൻ നടന്നത്. അത് യാദൃശ്ചികതയാവാൻ ഒരു സാധ്യതയുമില്ലെന്നാണ് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ആണവരേഖകളുടെ മോഷണവും പിന്നീട് ആ കേന്ദ്രങ്ങളിൽ നടന്ന സ്ഫോടനങ്ങളും
ആണവ ശാസ്ത്രജ്ഞരുടെ കൊലപാതകങ്ങളും ഒന്നും കൃത്യമായ പ്രശ്നപരിഹാരത്തിലേക്ക് ഇറാനെ നയിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. പിന്നീടും പല ആളുകളും, പ്രത്യേകിച്ച് സൈന്യത്തിൻ്റെയും ആണവ കേന്ദ്രങ്ങളുടെയും ഉത്തരവാദപ്പെട്ടവർ കൊല്ലപ്പെട്ടു. അപ്പോഴും ചിലരെ പിടികൂടി വധശിക്ഷയ്ക്ക് വിധേയമാക്കുക എന്നല്ലാതെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ജൂണിൽ ഇറാനേറ്റ അടി. അതും ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു എന്നത് സത്യം. ആദ്യമൊക്കെ നിഷേധിച്ചിരുന്നുവെങ്കിലും പിന്നീട് നാശനഷ്ടങ്ങളെക്കുറിച്ച് ഇറാൻ വിശദീകരിക്കുകയുണ്ടായി. അടിസ്ഥാന വിഷയങ്ങളിലേക്ക് ശ്രദ്ധിക്കുകയും അവ പരിഹരിക്കുകയും ചെയ്യാതെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകുന്നില്ല എന്ന മുന്നറിയിപ്പും ഫയാസ് സഹദ് നൽകുന്നുണ്ട്. സൊമാലിയയിൽ ഒട്ടകപ്പാലിൻ്റെ വിപ്ലവം നടക്കാൻ പോകുന്നു. ഏകദേശം 70 ലക്ഷം ഒട്ടകങ്ങൾ സൊമാലിയയിൽ ഉണ്ടാവും. മിക്കവാറും ലോകത്തിലെ തന്നെ 1-ാം സ്ഥാനത്ത് ഇവരാവാനാണ് സാധ്യത. പുതുതായി ഉയർന്നു വരുന്ന ഒട്ടക ഫാമുകളാണ് ഇവിടുത്തെ പ്രത്യേകത. മൃഗവകുപ്പിൽ ഉദ്യോഗസ്ഥരും പരിശീലനം നേടിയവരും ഈ ഫാമുകളുടെ നടത്തിപ്പിൽ ശ്രദ്ധിക്കുന്നു. അതോടെ വൻ വർധനവാണ് പാലുൽപാദനത്തിൽ ഉണ്ടായിരിക്കുന്നത്. 2006-ൽ ഇത്തരം ഫാമുകൾ ആരംഭിക്കുമ്പോൾ എല്ലാവർക്കും അതൊരു പുതിയ സംഗതിയായിരുന്നു. ഒട്ടകങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുന്ന ഇത്തരം ഫാമുകളിൽ ഒട്ടകങ്ങൾ ഏകദേശം 10 ലിറ്റർ പാൽ ദിവസവും നൽകും. പശുവിൻ്റെ പാലിനെ അപേക്ഷിച്ച് വൈറ്റമിൻ സി, അയേൺ, സിങ്ക് എന്നിവയുടെ അളവ് ഒട്ടകപ്പാലിൽ കൂടുതലാണത്രേ. സർക്കാർ ഇത്തരം ശ്രമങ്ങൾക്ക് നല്ല പിന്തുണയാണ് നൽകുന്നതെന്നും ഫാം നടത്തിപ്പുകാർ പറയുന്നു. ഒരു ഡയറി നിയമം വരെ നടപ്പിലാക്കിയിട്ടുണ്ട് സൊമാലിയൻ സർക്കാർ. ഗസയിലെ വെടിനിർത്തൽ ചർച്ചകളുടെ മുഖ്യവേദിയാണ് ഖത്തർ. ഖത്തർ സർക്കാരും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഒരുപാട് നടത്തിയിട്ടുമുണ്ട്. പക്ഷേ ഖത്തർ ആധുനിക കാലത്തെ നാസി ജർമ്മനിയാണെന്നാണ് നെതന്യാഹുവിൻ്റെ പുതിയ കണ്ടെത്തൽ. ഖത്തറിൻ്റെ അമീർ തമീം ബിൻ ഹമദും അദ്ദേഹത്തിൻ്റെ ഉമ്മ ഷെയ്ഖ മുസയും ആധുനിക കാലത്തെ ഹിറ്ററും ഗീബൽസുമാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇസ്രായേലിൽ ഖത്തറിൻ്റെ താല്പര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളെ ചെറുക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇപ്പോഴത്തെ ആരോപണമെന്നാണ് മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. നെതന്യാഹുവിൻ്റെ മുൻ ഉപദേശകനും മുൻ വക്താവുമാണ് ഇത്തരത്തിൽ ഖത്തറിൻ്റെ താല്പര്യങ്ങൾ ഇസ്രായേലിൽ നടപ്പിലാക്കാൻ ഒരുങ്ങി എന്നതിൻ്റെ പേരിൽ അന്വേഷണം നേരിടുന്നത്. ഇഷ്ടമില്ലാത്തവരെയൊക്കെ ഒരു തെളിവുമില്ലാതെ അസഭ്യം പറയുക നെതന്യാഹുവിൻ്റെ പതിവ് സ്വഭാവമാണെന്നത് ഒരു രഹസ്യമല്ലല്ലോ. നന്ദി.